റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തിയിട്ട് ഇന്ന് 3 വർഷം തികയുകയാണ്. 2014 തർക്കങ്ങളും സംഘർഷങ്ങളും ഉടലെടുത്തിരുന്നെങ്കിലും യുക്രൈനുമേലുള്ള റഷ്യയുടെ 2022 കടന്നാക്രമണമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. പ്രത്യേക സൈനിക നടപടിയെന്ന പേരിൽ 2022 യുക്രൈനിയൻ മണ്ണിൽ റഷ്യൻ സൈന്യം ഇരച്ചു കയറുമ്പോൾ അനായാസ വിജയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അധിനിവേശം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ റഷ്യൻ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, യുക്രൈൻ മികച്ച രീതിയിൽ അധിനിവേശത്തെ പ്രതിരോധിക്കുകയും ചെയ്തു. നാറ്റോ അംഗത്വം നേടുന്നതിൽ നിന്നും യുക്രൈനെ പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു റഷ്യയുടെ ലക്ഷ്യങ്ങളിലൊന്ന്. വിഭജനത്തിന് ശേഷം യുക്രൈന്റെ കൈവശമെത്തിയ ആണവ സമ്പത്തും റഷ്യ നോട്ടമിട്ടിരുന്നു. പിന്നീടങ്ങോട്ട് ലോകരാജ്യങ്ങളിൽ നിന്നും അവഗണനയാണ് റഷ്യ നേരിട്ടത്. വാണിജ്യ രംഗങ്ങളിലടക്കം റഷ്യയ്ക്ക് അയിത്തം കൽപ്പിക്കുകയും യുക്രൈന് പിന്തുണ നൽകുകയും ചെയ്തു ഭൂരിഭാഗം രാജ്യങ്ങളും. മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള റഷ്യൻ ആക്രമണങ്ങൾ യുക്രൈൻ തന്നാലാവുന്ന രീതിയിൽ ചെറുത്തെങ്കിലും കനത്ത പ്രഹരങ്ങൾ റഷ്യൻ സേനയ്ക്ക് മേൽ വർഷിച്ചെങ്കിലും യുക്രൈനുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് ഏറെ വലുതായിരുന്നു. നിലവിൽ യുക്രൈന്റെ 11% ഭൂമി റഷ്യയുടെ നിയന്ത്രണത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് തങ്ങളുടെ സ്വന്തം ഭൂമി ഉപേക്ഷിച്ച് റഷ്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തത്. 2024 കണക്കുകൾ പ്രകാരം ജർമ്മനിയിൽ 1.2 ദശലക്ഷവും, പോളണ്ടിൽ 1 ദശലക്ഷവും, ചെക്ക് റിപ്പബ്ലിക്കിൽ 3,90,000 അങ്ങനെ 6.3 ദശലക്ഷത്തിലധികം യുക്രൈനിയൻ സ്വദേശികളാണ് യുദ്ധമുഖത്തു നിന്നും അഭയം തേടിയെത്തിയത്. രണ്ടാം വരവിൽ ട്രംപ് യുദ്ധത്തിന് വിരാമമിടാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും സമാധാനത്തിന്റെ കാറ്റ് യുക്രൈനിയൻ മണ്ണിൽ വീശാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നത് ഉയരുന്ന വിമർശനങ്ങളിൽ നിന്ന് വ്യക്തം. പ്രസാദ് കാളിദാസൻ, ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.